നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. വിജയ് ഹസാരെ ട്രോഫി സ്ഫോടനാത്മകമായിട്ടുള്ളൊരു തുടക്കം. ആദ്യ ദിനം നമ്മളിപ്പോൾ ഈ ഷോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 12 സെഞ്ചുറികൾ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്കിപ്പം MSK ഉണ്ട്. MSK, എന്താണ് ഇതിന് പറയാനുള്ളതെന്ന് അറിയില്ല. എങ്ങനെ കാണുന്നു ഈ ദിവസം? ഒരു റൺസ് മല തന്നെയാണ്. കാരണം റൺസ് ഇപ്പം പണ്ടൊക്കെ സെഞ്ചുറിക്ക് ഒരു വിലയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സെഞ്ചുറികൾ ഓരോ ദിവസവും കൗതുകം പോയി. സെഞ്ചുറി എത്ര ഇപ്പം 12 അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതെ, പല മത്സരങ്ങളും ഇപ്പം നമ്മൾ എടുക്കുന്നത് വരെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം സെഞ്ചുറി എന്ന് പറയുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയധികം സെഞ്ചുറികൾ ഒരു ദിവസം തന്നെ പിറക്കുന്നതിനൊപ്പം സൂപ്പർ താരങ്ങളൊക്കെയും സെഞ്ചുറി അടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു, രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചു, ഇഷാൻ കിഷൻ സെഞ്ചുറി അടിച്ചു, വൈഭവ് സൂര്യവംശി അടിച്ചു, ദേവ്ദത്ത് പടിക്കൽ അടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ നിര തന്നെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സെഞ്ചുറി തന്നെയാണ്. തീർച്ചയായിട്ടും അത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സെഞ്ചുറി അടിക്കുമ്പോൾ അത് അവർ എതിർ ടീമിനെയല്ല കാണുന്നതെന്ന് തോന്നുന്നു. മറ്റു പലതുമാണ് അവരുടെ എതിരാളികളായിട്ട് കാണുന്നത്. അവർ കഴിഞ്ഞ സീരീസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടത്തിയ ആ മറുപടി അത് തുടരുക തന്നെയാണ്. ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് തെളിയിക്കാൻ പറഞ്ഞാൽ അവിടെയും അവർ തെളിയിക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ ഒഴിവാക്കാൻ ഒരു കാരണവും പറയാനില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഷോയെ നമുക്കൊരു 3 ഘട്ടമായിട്ട് തിരിക്കാം. ഒന്ന്, ഈ സീനിയർ തലത്തിലെ ഇവരുടെ ഒരു തേരോട്ടം. 2, വൈഭവ് സൂര്യവംശിയെ പോലെയുള്ളവർ നടത്തുന്ന ആധിപത്യം. 3, ഈ ഇന്ത്യൻ പിച്ചുകൾ ഇങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ മറുഭാഗത്ത് പന്തെറിയുന്ന കുറച്ച് കൂട്ടരുണ്ടല്ലോ, അവർക്ക് എന്താണ് ഭാവി എന്നുള്ളത് കൂടിയാണ്. ബൗളേഴ്സ് ഇല്ല. ഇന്ത്യൻ ടീമിനെ ഇത്തരം ഫ്ലാറ്റ് വിക്കറ്റുകൾ നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെഞ്ചുറികൾ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്നത് കൂടി നമ്മൾ കാണേണ്ടത്. എന്തായാലും രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയും ഗെയിമിലേക്ക് തന്നെ വരാം. സിക്കിമിനെതിരെ രോഹിത് ശർമ്മയുടെ ഒരു 155 റൺസ് പ്രകടനം വരും. 94 പന്തിലോ മറ്റോ ആണ് അദ്ദേഹം മൊത്തം ബാറ്റിങ്ങിലേക്ക് വരുന്നത്. മറുഭാഗത്ത് വിരാട് കോഹ്ലി 131 റൺസ് എടുക്കും. തീർച്ചയായിട്ടും ഇവർക്ക് വെല്ലുവിളിയാകുന്ന ഒരു എതിരാളികളായിരിക്കില്ല മറുഭാഗത്ത് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അവരുടെ ആ ഒരു പീക്ക് റിഥം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടരുമ്പോൾ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഈ ഘട്ടത്തിൽ? ശരിക്കും ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികാരമാണ്. നമ്മുടെ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം തന്നെ ഗൗതം ഗംഭീറും സെലക്ടർമാരും ഇങ്ങനെ ഒരു തിട്ടൂരം ഇറക്കിയിരുന്നു. അതായത് ഇവർ ആഭ്യന്തര ക്രിക്കറ്റിൽ സീനിയർ താരങ്ങളും കളിക്കണം എന്നുള്ള ഒരു രീതി വന്നിരുന്നു. അവർ ആ സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് പിന്നെയും തുടരാം എന്നുള്ള രീതിയിൽ തന്നെ അവർ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നമ്മൾ വലിയ രീതിയിൽ തന്നെ തോറ്റു. അതിനുശേഷം ഇവർ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചു. പിന്നെയാണ് അപ്രതീക്ഷിതമായി രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത്. അതിന് പിന്നാലെ വിരാട് കോഹ്ലിയും വിരമിച്ചു. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരുടെ ഒരു ഘട്ടം അവിടെ അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ രോഹിത് ശർമ്മ കരുതുന്നത് 2027 വരെ എനിക്ക് ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ തുടരാം എന്നുള്ള ഒരു, കാരണം സ്വാഭാവികമായിട്ടും ചാമ്പ്യൻസ് ട്രോഫി നേടിത്തന്ന ക്യാപ്റ്റനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അദ്ദേഹത്തിലുണ്ടായിരുന്നു. പക്ഷേ അതും അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയാണ്. ശുഭ്മാൻ ഗിൽ അവിടെ ക്യാപ്റ്റനായിട്ട് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇരുവരും ഒരു വലിയൊരു അവഗണന നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ വൺ ഡേ സീരീസ് വരുന്നത്. അതിൽ ആദ്യ 2 മത്സരത്തിലും വിരാട് കോഹ്ലി ഡക്കായിരുന്നു. ആ സമയത്ത് തന്നെ ഒരുപാട് വിമർശനങ്ങളിലേക്കുപരി പിന്നെ വിരാട് കോഹ്ലി 2027 ലോകകപ്പിലേക്ക് ഉണ്ടാവില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. അതിനുശേഷം 3ാമത്തെ മത്സരത്തിൽ പക്ഷേ രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുന്നു, വിരാട് കോഹ്ലി വളരെ മനോഹരമായൊരു 74 റൺസ് അടിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ 2-1 ആ പരമ്പര ആ രീതിയിൽ പിന്നെ ആ പരമ്പര അവസാനിക്കുന്നു. അപ്പോൾ 3ാമത്തെ വൺ ഡേയിൽ അവരുടെ തിരിച്ചുവരവോട് കൂടിയിട്ട് അവർ തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു വിമർശകരെ, അതായത് 2027 ലോകകപ്പാണ് അവരുടെ മുമ്പിലുള്ള ഒരു എയിം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് പിന്നെ ഈ ആദ്യ 2 മത്സരത്തിലും വിരാട് ഫോം ഔട്ടായത് സ്വാഭാവികമായിട്ട് വലിയ ചർച്ചയാവുന്നു. അപ്പം പിന്നെ അതിനുശേഷം T20 പരമ്പരയും വരുന്നു. T20 പരമ്പര ഇന്ത്യ നേടുന്നു, പക്ഷേ ഏകദിന പരമ്പര ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞില്ല, 2-1 ആ സമയത്ത് ഗംഭീറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഗംഭീർ പിന്നെ 3ാമത്തെ ഏകദിനത്തിൽ വളരെ മനോഹരമായി കളിച്ച രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും എല്ലാവരും അഭിനന്ദിച്ചപ്പോഴും ഗംഭീർ ഒരു ന്യൂട്രൽ സമീപനമാണ് സ്വീകരിച്ചത്. അതായത് പരമ്പര കൈവിട്ടിട്ട് പിന്നെ വ്യക്തിപരമായ ഇതിന് വലിയ കാര്യമില്ലല്ലോ എന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയായിരുന്നു. പക്ഷേ T20 ടീം പരമ്പര നേടിയതിനെ അദ്ദേഹം വളരെയധികം അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പര വരുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ പരമ്പര എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ പീക്ക് ഫോം നമ്മൾ കണ്ടു. അദ്ദേഹം സെഞ്ചുറികൾ നേടുന്നു, അതുപോലെ രോഹിത് ശർമ്മയും മികച്ച ഫോമിൽ കളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പരമ്പര ഇന്ത്യ നേടുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രോക്കോ എന്ന ആ ഒരു രോക്കോയുടെ മികവ് ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിൽ അവർ എവിടെ അവസാനിപ്പിച്ചോ അത് ഈ
സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം രോഹിത് ശർമ്മ ഇപ്പോൾ ഏകദിന റാങ്കിങ്ങിൽ 1-ാമനാണ്, വിരാട് കോഹ്ലി 2-ാമനാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഏകദിന ക്രിക്കറ്റിലെ രാജാക്കന്മാരായിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പിന്നെ ഈ ആഭ്യന്തരം കളിച്ചിട്ട് തെളിയിക്കേണ്ട കാര്യമൊന്നും അവർക്ക് രണ്ടുപേർക്കും ഇല്ല. പക്ഷേ പിന്നെ ഇന്ത്യൻ ടീമിൽ ആ സമയത്ത് തന്നെ കുറേ അന്തഛിദ്രങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഗൗതം ഗംഭീറിനോട് ഈ സീനിയർ താരങ്ങളും സംസാരിക്കുന്നില്ല, അവർക്ക് പ്രത്യേക നെറ്റ് സെഷനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ ഇതൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാം വിരാട് കോഹ്ലി ആദ്യം അതിന് സമ്മതിച്ചേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തയുണ്ടായിരുന്നു. വിരാട് കോഹ്ലി ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ നിന്ന് അദ്ദേഹം ഇവിടത്തേക്ക് വന്നത് കളിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഈ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് വെച്ച് ഏറ്റവും പിന്നെ ആളുകൾ ഉറ്റുനോക്കിയൊരു വിജയ് ഹസാരെ ട്രോഫിയാണ്. കാരണം സൂപ്പർ താരങ്ങളായ ഇവർ 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് വിജയ് ഹസാരെ ട്രോഫി അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇങ്ങനെ കളിക്കുന്നത്. രണ്ടുപേരും ഒരേ ദിവസം ഇറങ്ങുന്നു, അപ്പോൾ സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴും വിരാട് കോഹ്ലിയുടെ ആ ഒരു ആക്ഷനാണ്, ഈ ഞാനിവിടെ തന്നെയുണ്ട് എന്ന് കാണിക്കുന്ന ആക്ഷൻ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ വൈഭവ് സൂര്യവംശി, വണ്ടർ ബോയ് എന്ന് പറയുന്ന വൈഭവ് സൂര്യവംശി, അദ്ദേഹത്തിൻ്റെ പ്രകടനത്തോട് ഓരോ കളിയിലും സെഞ്ചുറി എഴുതി ചേർക്കുന്ന പ്രകടനമാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സമീപകാലത്ത് പാകിസ്ഥാനെതിരായ ഫൈനലിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ പോലും ആ ടൂർണമെൻറ്റ് തോറ്റതിന് ഏറ്റവും പഴി കേൾക്കേണ്ടി വന്നു അദ്ദേഹമാണ്. കാരണം അദ്ദേഹത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷകൾ അത്രമാത്രമുണ്ട്. നോക്കൂ, ഇന്ന് അദ്ദേഹം നേടിയിരിക്കുന്നത് 190 റൺസ്, 84 പന്തുകളിൽ നിന്ന് 16 4ഉം 15 6ഉം. സ്ട്രൈക്ക് റേറ്റാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞെട്ടിക്കുന്നത്. 226 എന്നുള്ള സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരു 14 വയസ്സുകാരനാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഒപ്പം ബീഹാറിൻ്റെ തന്നെ ആയുഷ് ലഹാരഗായും ക്യാപ്റ്റൻ സാക്കിബുൽ ഗനിയും സെഞ്ചുറി നേടിയിരിക്കുന്നു. ആ 3 സെഞ്ചുറികളാണെന്ന് ബീഹാറിനെ 574 റൺസ് 50 ഓവറിൽ, അതായത് ലിസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നുള്ള റെക്കോർഡ് ഇന്ന് പിറന്നിരിക്കുന്നു വിജയ് ഹസാരെ ട്രോഫിയിൽ. തമിഴ്നാടിനെതിരെ മുമ്പത്തെ സ്കോർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബീഹാർ തന്നെയായിരുന്നു അവർ അത് തിരുത്തി എഴുതിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെന്താണ് നൽകുന്നൊരു സൂചന? അതായത് ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള ബാറ്റർമാരുടെ ഇത് മാത്രമായി മാറുകയാണോ ക്രിക്കറ്റ്? ശരിക്കും അത് എങ്ങനെ നമുക്കിതിനെ സമീപിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഫ്ലാറ്റ് പിച്ചുകളുടെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പം ഇതേ മത്സരത്തിൽ തന്നെ നോക്കൂ, ഇന്ന് തന്നെ പിന്നെ 2 പ്രാവശ്യമാണ് അതിവേഗ സെഞ്ചുറി തിരുത്തപ്പെട്ടത്. ഒരു സമയത്ത് 36 പന്തിൽ ഈ വൈഭവ് സൂര്യവംശി സെഞ്ചുറി അടിക്കുന്നു. അതിനുശേഷം 33 പന്തിൽ ഇഷാൻ കിഷൻ സെഞ്ചുറി അടിക്കുന്നു. 32 പന്തിൽ സാക്കിബുൽ ഖനി എന്നുള്ള ഇവരുടെ ക്യാപ്റ്റൻ സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 37 പന്തിൽ ഷാഹിദ് അഫ്രീദി 96-97 കാലഘട്ടത്തിൽ സെഞ്ചുറി അടിച്ചിട്ട് അത് ഏതാണ്ട് ഒരു 20 വർഷത്തോളം 18-20 വർഷത്തോളം അത് അതിവേഗ സെഞ്ചുറി ആയിട്ട് നിന്നിരുന്നു. ആളുകൾ ആ സമയത്ത് 40 പന്തിലൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ 30-ന്റെയും 40-ന്റെയും അടക്ക് പന്തുകളിൽ അടിച്ചു എന്നുള്ളതാണ് അന്നത്തെ 17 വയസ്സുള്ള അഫ്രീദി അടിച്ചപ്പോൾ ഏറ്റവും വലിയ. അതെ, ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ ആ സമയത്തുള്ള പ്രധാന വിമർശനം ആ പിച്ച് വളരെ ചെറുതാണ്, സ്റ്റേഡിയം ചെറുതായിരുന്നു, മാത്രമല്ല ഐസ് തട്ടിപ്പുണ്ടായിരിക്കാം എന്ന് കൂടി ആരോപണമായിരുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെയായാലും അതിവേഗ സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മനസ്സിൽ ഷാഹിദ് അഫ്രീദിയുടെ 37 പന്തിൽ സെഞ്ചുറി ഒരുപാട് കാലം GK ജനറൽ നോളജിലും മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ക്വിസ് മത്സരത്തിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളൊന്നായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ T20 ക്രിക്കറ്റ് വന്നതിന് ശേഷം പോലും ആദ്യത്തെ ഒരു 7 വർഷം ഇങ്ങനെയുള്ള അതിവേഗ സെഞ്ചുറികൾ വൺ ഡേയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ കോറി ആൻഡേഴ്സൺ ഇതേപോലെ സെഞ്ചുറി അടിക്കുന്നു, AB ഡിവിലിയേഴ്സ് അടിക്കുന്നു, ഓക്കെ. പക്ഷേ ഇത് ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ, 17 വർഷം നീണ്ടു നിന്ന അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് ഒരു ദിവസം കൊണ്ട് ഒരാൾ 36 പന്തിൽ, ഒരാൾ 33 പന്തിൽ, ഒരാൾ 32 പന്തിൽ. ഫലത്തിൽ ഇത് ബീഹാറും ജാർഖണ്ഡും തമ്മിലുള്ള പോരാട്ടം കൂടിയായി മാറി. അയൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള വിഭജിച്ചു പോയ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പോരാട്ടം കൂടി. ഒരു ടൂർണമെന്റ് ചരിത്രത്തിൽ പിറക്കുന്ന സെഞ്ചുറികളുടെ ആകെ എണ്ണം തന്നെ ആദ്യ ദിവസം തന്നെ പിറന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കൗതുകം എന്ന് പറയുന്നത്. അതെ, ശരിക്കും ബോളർമാർ ഇപ്പൊ ചിത്രത്തിലേ ഇല്ല. നമ്മളിപ്പോൾ എങ്ങനെയാണ് ബോളേഴ്സിനൊക്കെ, എനിക്ക് തോന്നുന്നു ബോളിംഗ് മെഷീൻ മതി എന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ക്രിക്കറ്റ്. സത്യം ആ ഒരു രീതിയിൽ. കാരണം നമുക്ക് ഒരുപാട് ബോളേഴ്സ്, ബുംറയെ പോലുള്ളൊരു ബോളർ നമ്മുടെ ഇതിലുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് പേസ് ബോളർമാരും സ്പിൻ ബോളേഴ്സും ഒന്നും ഇല്ലാത്തത് എന്തുകൊണ്ട് പുതിയ ആൾക്കാർ നമുക്ക് ഈ ബുംറയും സിറാജും ഷമിയും ഒക്കെ വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. തല്ലുകൊള്ളികളായി നിൽക്കുന്ന ബോളേഴ്സിന് പ്രത്യേകിച്ച് അവരൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ വെറുതെ വന്ന് പന്തെറിയുന്നു, ഏതെങ്കിലും ഒരു ഡോട്ട് ബോൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അതായിരിക്കും അവരുടെ ഒരു സ്വർഗം എന്ന രീതിയിലായിരിക്കും അവർ പന്തെറിയുന്നുണ്ടാവുക. 574 റൺസ് ഒരു ദിവസം പിറക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ പിച്ചിൻ്റെ അവസ്ഥ
അതീവ ഫ്ലാറ്റ് ആയിരിക്കും, ബാറ്റ്സ്മാന് മാത്രം തുണക്കുന്ന നിയമങ്ങളും ബാറ്റ്സ്മാന് മാത്രം തുണക്കുന്ന ഒരു പിച്ചുമായിട്ട് മാറുന്നു എന്നുള്ളത് ഭയങ്കര ഏകപക്ഷീയമായി മാറി. അത് തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഇത്രയും വലിയ സ്കോർ 574 പിറക്കുന്നു, അതിനൊപ്പം തന്നെ 12-ലേറെ സെഞ്ചുറികൾ 10-ലേറെ സെഞ്ചുറികൾ പിറക്കുന്നു. അപ്പം നോക്കുമ്പോൾ ബാറ്റ്സ്മാൻമാർ മാത്രം മതിയോ BCCIക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് ബാറ്റ്സ്മാൻമാരെ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം അവിടെ പിന്നെ ബാക്കിയായിട്ട് നിൽക്കുകയാണ്. ഏതായാലും പൊതുവിൽ ഈ ക്രിക്കറ്റ് അങ്ങനെ തന്നെ മാറിയിട്ടുണ്ട് തോന്നുന്നത്. 2015 ഏകദിന ലോകകപ്പാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ബോറടിപ്പിച്ചതെന്ന് ഞാൻ ആ കാലത്ത് ഒരു ആലോചിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ബൗണ്ടറികൾ വർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സെഞ്ചുറികൾ, ഡബിൾ സെഞ്ചുറികൾ പിറക്കുന്ന ഒരു കാഴ്ച ബൗളർമാർ തീർത്തും അതും ഓസ്ട്രേലിയ പോലെ ന്യൂസിലൻഡ് പോലെയുള്ള ഒരു സ്ഥലത്ത് നടന്ന ടൂർണമെൻ്റ് ആയിട്ട് കൂടി അത്തരത്തിൽ റൺ സ്കോർ ചെയ്യപ്പെടുന്ന ഒരു മത്സരം വരുമ്പോൾ പിന്നെ എന്താണ് ഈ ബൗളർമാരുടെ ചുമതല എന്നുള്ളത്? തീർച്ചയായിട്ടും ബൗളർമാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിയമാവലികൾ ഉള്ള ഒരു കാലം കൂടിയാണ് ഇതെന്ന് കൂടി പറയേണ്ടി വരുന്നത്. അതായത് പവർ പ്ലേ പോലെയുള്ള ഫീൽഡ് റെസ്ട്രിക്ഷൻസ് പോലെ അല്ലാതെ ഈ ഡോട്ട് ബൗളിംഗ് 2 പന്തുകൾ എറിയാം, ബൗൺസർ എറിയാം എന്നുള്ള തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ഇപ്പോൾ എന്താണ്, ഒരു ബൗളറെ ബാറ്റ്സ്മാൻ അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബൗളർ അപ്രസക്തം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് എത്തരത്തിൽ ആണ് ഇവർ തിരിച്ചു വരാൻ പോകുന്നത്? ഇനി എങ്ങനെയാണ് ഈ ഗെയിം മാറാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലത്ത്, ഇപ്പം ഒരു കാലത്ത് 6-ൽ കുറവ് എക്കണോമിയിൽ പന്തെറിയുക എന്നുള്ളത് ഒരു ബോളറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമായിരുന്നു. ഇപ്പം മെഗ്രാത്തിൻ്റെയോ അല്ലെങ്കിൽ 90s-ലൊക്കെയുള്ള ബോളേഴ്സിന് നമുക്കറിയാം, കേട്ട്ലി ആംബ്രോസ്, അവർ ആ സമയത്ത് T20 ഇല്ല എന്നുള്ളത് കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെയൊക്കെ വാസിം അക്രം അല്ലെങ്കിൽ കേട്ട്ലി ആംബ്രോസ്, അവരുടെയൊക്കെ ഒരു എക്കണോമി നോക്കുകയാണെങ്കിൽ അത് ഒരു 6-ൽ കുറവാണ്. അത് 4 പോയിന്റ് സംതിങ് ആണ്, 6-ൽ കുറവാണ്. പക്ഷേ ഇനിയുള്ള കാലത്ത് ഒരു 10 ആയിരിക്കും ഇവരുടെയൊക്കെ ഒരു ടാർഗറ്റ് എന്ന് തോന്നുന്നു. ഒരു 10-ൽ കുറവ് എറിയാൻ കഴിയുന്ന ആൾക്കാർ മികച്ച ബോളർ എന്ന രീതിയിലേക്ക് മാറാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞത് പ്രസക്തമാണ്, ഇനി ബോളിംഗ് മെഷീൻ മതിയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ബോളേഴ്സ് ശരിക്കും ഇല്ലാതാവും. ഇതുകൊണ്ട് ആഭ്യന്തര ക്രിക്കറ്റ് കൊണ്ട് നമുക്ക് ഇല്ലാതാവുന്നത് ബോളേഴ്സാണ്. ബാറ്റ്സ്മാൻമാരുടെ എക്സ്ട്രാ കഴിവാണോ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്ങനെ കൂടിയും ഈ പിച്ചുകൾ ഇപ്പോൾ ഒരു ദിവസം ഇത്രയും സെഞ്ചുറികൾ പിറന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പിച്ചുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വരാനിരിക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയിൽ പരാജയപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ പിച്ചുകളിൽ എങ്ങനെയാണ് നമ്മൾ ബാറ്റ്സ്മാൻമാർ ഇത്രയും അപ്രമാദിത്വം കാണിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് സന്തോഷം പറയാൻ മറന്നു. ഇതിനിടയ്ക്ക് നമ്മൾ കേരളം ജയിച്ചിട്ടുണ്ട് കേട്ടോ. ത്രിപുരയ്ക്കെതിരെ കേരളം 145 റൺസിൻ്റെ വിജയമാണ് നേടിയത്. അതിൽ തന്നെ ഒരു സെഞ്ചുറി വിഷ്ണു വിനോദ് 62 പന്തിൽ 9 ബൗണ്ടറിയും 6 സിക്സും സഹിതം അദ്ദേഹവും ഇന്നത്തെ സെഞ്ചുറി പട്ടികയിൽ ഇടം പിടിച്ചു. രോഹൻ കുന്നുമലിന് അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായി, 94 റൺസിൽ അദ്ദേഹം പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പറയേണ്ടിയിരിക്കുന്നുള്ളൂ. മുഷ്താഖ് അലി ടൂർണമെൻറ്റിൽ ഉജ്ജ്വലമായിട്ടുള്ളൊരു തുടക്കം കുറിച്ചെങ്കിലും പിന്നീട് സഞ്ജു ദേശീയ ടീമിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി നമ്മൾ കുറച്ച് പിന്തള്ളപ്പെട്ടു. പിന്നീട് ആ ഒരു പ്രതീക്ഷകൾ നഷ്ടമാവുകയും ചെയ്തു. കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? രഞ്ജി ട്രോഫിയിൽ ഈ സീസൺ നമ്മൾ വളരെയധികം കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു വലിയൊരു മൊമെൻറ്റം കിട്ടിയിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ എത്തിയ ടീമായിരുന്നു കേരളം. പക്ഷേ പിന്നീട് ഈ വർഷത്തിലേക്ക് എത്തി നോക്കുമ്പോൾ കേരളം പൊതുവേ ഒരു ഡള്ളായിട്ടുള്ള പെർഫോമൻസാണ്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മുംബൈയെ തോൽപ്പിച്ചത് മാത്രമാണ് കേരളത്തിന് അഭിമാനിക്കാൻ ഉതകുന്ന ഒരു നേട്ടം ഉണ്ടായത്. വിഷ്ണു വിനോദൊക്കെ ഒറ്റപ്പെട്ട കളികളിൽ ഫോമിലെത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു ക്യാപ്റ്റൻസി ഷിഫ്റ്റ് അവിടെ വന്നപ്പം അത് കൃത്യമായിട്ടും കേരളത്തിന് ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സച്ചിൻ ബേബി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം രഞ്ജി ട്രോഫി ഫൈനലിലെത്തിച്ച അദ്ദേഹത്തെ ഈ പ്രാവശ്യം ക്യാപ്റ്റൻസി മാറ്റുന്നു. മുഹമ്മദ് അസറുദ്ദീൻ ആയിരുന്നു ക്യാപ്റ്റൻ രഞ്ജി ട്രോഫിയിൽ. എക്സ്പീരിയൻസ് താരങ്ങൾ പോകുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കേരള ടീമിന് പിന്നെ സഞ്ജു ആണെങ്കിൽ എല്ലാ മത്സരത്തിലും, ഇന്നത്തെ മത്സരത്തിൽ പോലും അദ്ദേഹം കളിച്ചിട്ടില്ല. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ സഞ്ജുവിന്റെ അഭാവത്തിലാണ് കഴിഞ്ഞ തവണ കേരളം ഫൈനൽ വരെ മുന്നേറിയത് എന്നുള്ളതും പ്രസക്തമാണ്. എങ്കിൽ കൂടിയും സഞ്ജു ഈ പ്രാവശ്യം ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻസി മാറ്റിയത് കേരളത്തെ നന്നായിട്ട് ബാധിച്ച ഒരു സീസണാണെന്ന് തന്നെ തോന്നുന്നു. പിന്നെയുള്ളത് നമ്മൾ കേരളം ജയിച്ചതുപോലെ ഇന്നൊരു വലിയൊരു ചേസും നടക്കുകയുണ്ടായി. 414 റൺസ്. അതെ, ഇഷാൻ കിഷൻ അതിവേഗം 33 പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടും അപ്പുറത്ത് ദേവദത്ത് പടിക്കൽ അദ്ദേഹം കർണാടകത്തിന് വേണ്ടി സെഞ്ചുറി അടിച്ചിട്ട് ആ ഒരു ചേസും കണ്ടു. അപ്പം മികച്ച മത്സരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റ് കൂടുതൽ ആവേശകരമാണ്, ത്രില്ലിംഗ് ആവുന്നുണ്ട്. അതായത് T20യുടെ ഒരു സമീപനം ബാറ്റ്സ്മാൻമാർ മാത്രം വാഴട്ടെ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ മത്സരങ്ങളൊക്കെ വളരെ ത്രില്ലിംഗ് ആണ്. ഇത്രയും വലിയ ചേസും മറ്റൊക്കെ നടക്കുന്നുണ്ട്. ബോളേഴ്സിൻ്റെ ഭാവി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെയുള്ളത് ഒരു മത്സരത്തിൽ 3 പേര് സെഞ്ചുറി അടിച്ചിട്ട് അത്രയും 574 റൺസ് നേടി എന്നുള്ളതിനൊപ്പം തന്നെ ഈ വൈഭവ് സൂര്യവംശിയുടെ പ്രായമൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ചാ വിഷയമാവാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സമയത്ത് ഏറ്റവും സന്തോഷിക്കുക രാജസ്ഥാൻ ടീം തന്നെയായിരിക്കും.
തീർച്ചയായിട്ടും അതെ IPL ഇനി എന്താണ് അടുത്ത സീസൺ കരുതി വെച്ചേക്കുന്നത് എന്നതാണ് ഒരു ചോദ്യം. നമ്മൾ രോഹിതിൻ്റെ കാര്യം പറഞ്ഞു, കോഹ്ലിയുടെ കാര്യം പറഞ്ഞു, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇഷാൻ കിഷൻ്റെ കാര്യം കൂടി പറയാണ്ട് ഉള്ളതെന്ന് തോന്നുന്നു. അദ്ദേഹം 200-ലേറെ T20 മത്സരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ്. ദേശീയ തലത്തിൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് പോലും അദ്ദേഹം 30-ലേറെ T20 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ്. ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടുകൂടി അദ്ദേഹം ടീമിന് പുറത്താവുകയും ചെയ്യുന്നു. പക്ഷേ ഈ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെൻറ്റിലെ ഒരു തിരിച്ചുവരവ്, ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ മിന്നുന്ന പ്രകടനം, അത് ഒരു വലിയ വെല്ലുവിളി നമ്മുടെ പ്രത്യേകിച്ച് സഞ്ജുവിനുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നിശ്ചയമായിട്ടുണ്ടാകും. കാരണം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം 500-ലേറെ റൺസ് നേടി എന്നതിനൊപ്പം ജാർഖണ്ഡിൻ്റെ ക്യാപ്റ്റനായിരുന്നു, പിന്നെ ഓപ്പണിംഗ് ബാറ്ററായിരുന്നു, ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്കും ആ ഒരു പ്രകടനത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാന നിമിഷമാണ്, നമ്മളെല്ലാവരും ശുഭ്മാൻ ഗിൽ തന്നെ തുടരും എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് അവസാന നിമിഷം അപ്രതീക്ഷിതമായിട്ട് ഇഷാൻ കിഷൻ ടീമിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇഷാൻ കിഷൻ ടീമിലെത്തിയതോടുകൂടി വരാനിരിക്കുന്ന ന്യൂസിലാൻഡ് പര്യടനം തീർച്ചയായിട്ടും സഞ്ജുവിനും കൂടി നിർണായകമായിരിക്കുകയാണ്. ന്യൂസിലാൻഡ് പര്യടനത്തിൽ തീർച്ചയായിട്ടും സഞ്ജു തന്നെയായിരിക്കും മെയിൻ ഓപ്പണറും, അതുപോലെ തന്നെ മെയിൻ വിക്കറ്റ് കീപ്പറിൻ്റെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറും അദ്ദേഹമായിരിക്കും. പക്ഷേ ആദ്യത്തെ 3 മത്സരത്തിൽ വളരെ നിർണായകമാണ്. അദ്ദേഹത്തിന് മികച്ച ഫോമിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഇഷാൻ കിഷൻ. അങ്ങനൊരു ഇതുണ്ട്. കാരണം മാത്രം അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയുടെ പിന്നെ ഈ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയുടെ ഫൈനലിൽ സെഞ്ചുറി അടിച്ചു. അതുമാത്രമല്ല പിന്നെ ഈ അതിൻ്റെ തൊട്ട് ശേഷമുള്ള മത്സരമാണ് ഇത്. അതിൽ 33 പന്തിൽ അദ്ദേഹം സെഞ്ചുറി അടിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ സിക്സർ അടിക്കാനുള്ള ആബിലിറ്റി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അദ്ദേഹം വളരെ അതെ, സിംഗിൾ ഹാൻഡഡ് സിക്സ് ആണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കൽ ഒരു മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം കാണുമ്പോൾ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം അതൊന്നുമല്ല, സിക്സ് അടിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായി വളരെ ക്ലീൻ ഹിറ്റുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് തന്നെ 10-12ഓളം സിക്സ് അടിച്ചു. അന്നും 16ഓളം സിക്സറുകൾ അദ്ദേഹം 100 ആകുമ്പോൾ തന്നെ ഏതാണ്ട് പിന്നെ അത്ര അടിച്ചിട്ടുണ്ട്, 12 സിക്സെങ്കിലും. പക്ഷേ അവിടെ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ടീം സെലക്ഷൻ ഒരു എഡ്ജ് ലഭിക്കുക, സഞ്ജുവിന് ലഭിക്കുക അദ്ദേഹം റൈറ്റ് ഹാൻഡർ ആണെന്നുള്ളതായിരിക്കും. കാരണം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ തന്നെ ധാരാളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കൂടി ഇഷാൻ കിഷനെ പരീക്ഷിക്കുമോ എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട്. ഒരു ആനുകൂല്യം ലഭിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ. ഈ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, ഇത്രയൊക്കെ കളികൾ ബാക്കിയുണ്ട്, അടുത്ത ലോകകപ്പ് ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും അർഹമായിട്ടുള്ളൊരു വിടവാങ്ങൽ മത്സരം ഉണ്ടാകുമോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ് ഇനിയുള്ള കാലത്ത്? തീർച്ചയായിട്ടും അവർക്കൊരു അർഹിച്ച വിടവാങ്ങൽ മത്സരം തന്നെ അവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പിന്നെ ഇപ്പോൾ ഈ മുമ്പ് കപിൽ ദേവിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവസാന കാലങ്ങളിൽ ആ റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം ഫോം ഇല്ലെങ്കിലും ടീമിൽ തുടർന്നു എന്നുള്ളത്. അതെ, അപ്പോൾ ആ ടീമിന് തന്നെ ഒരു എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒന്നും മാറ്റാൻ കഴിയില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. അതുപോലെ അങ്ങനെ ടീമിന് വേണ്ടത്ര ഫോമിലില്ലെങ്കിലും അവസാനം ഇങ്ങനെ എന്തെങ്കിലും മൈൽ സ്റ്റോണിന് വേണ്ടി നിന്ന ഒരുപാട് അന്താരാഷ്ട്ര താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല കാലങ്ങളിലായി പല ടീമുകളിലായി. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മികച്ച ഫോമിലാണ്. നമ്പർ 1 നമ്പർ 2 എന്ന രീതിയിൽ ഏകദിന റാങ്കിങ്ങിൻ്റെ കരിയറിൽ ഇവർ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു വിരമിക്കൽ മത്സരം അവർ അർഹിക്കുന്നുണ്ട്. അതവർ വേണം എന്ന രീതിയിൽ ശക്തമായിട്ടുള്ള രീതിയിൽ പെർഫോമൻസുകളിലൂടെ ഡിമാൻഡ് ചെയ്യുകയാണ്. അപ്പം വരാനിരിക്കുന്ന ലോകകപ്പിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് 2023 ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദിന ലോകകപ്പ് കഴിഞ്ഞ ദിവസം തന്നെ രോഹിത് ശർമ്മ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ആ ഒരു കപ്പ് നമുക്കറിയാം, അന്ന് അദ്ദേഹം ലോകകപ്പ് ഫൈനൽ തോറ്റപ്പോൾ ആരെയും മൈൻഡ് ചെയ്യാതെ കണ്ണീരോട് കൂടിയിട്ട് യാന്ത്രികമായിട്ട് ആർക്കൊക്കെയോ കൈ കൊടുക്കുന്നു, നേരെ പിന്നെ പവലിയനിലേക്ക് പോകുന്നു. പിന്നെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ഏതാണ്ട് ഒരു 2-3 മാസത്തോളം അദ്ദേഹം വേട്ടയാടിയിരുന്നു. മാത്രമല്ല ഞാൻ വിരമിച്ചാലോ എന്ന് പോലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ 4 വർഷത്തിന് ശേഷം 2027 വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു വിരമിക്കൽ മത്സരം അവർക്ക് ആവശ്യമാണ്. അവരത് അർഹിക്കുന്നുണ്ട്. നമുക്കൊരു കപ്പ് നേടിയിട്ട് അങ്ങനെ ഒരു വിരമിക്കൽ രീതിയിൽ തന്നെ നമുക്ക് സ്വപ്നം കാണാവുന്നതാണ് ശരിക്കും. നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ വിരമിക്കലുണ്ടായാൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ശോഭനമാണോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇന്നത്തെ ഈ വിജയ് ഹസാരെ ട്രോഫിയിലെ സെഞ്ചുറികളുടെ കണക്കെടുത്താൽ നമുക്ക് പറയാൻ കഴിയും തീർച്ചയായിട്ടും ഭാവി ശോഭനമാണെന്ന്. പക്ഷേ അത്തരം പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണോ ഈ ഇന്നത്തെ വിജയ് ഹസാരെ ട്രോഫി മത്സരം നൽകുന്നത്, അതോ ബൗളിങ്ങിലെ വീക്ക്നെസ്, ഫ്ലാറ്റ് പിച്ചുകൾ, ഏകപക്ഷീയമായ കളികൾ, ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ആശങ്കയാണോ ജനിപ്പിക്കുന്നത്? സത്യത്തിൽ ആശങ്ക തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും ബാറ്റേഴ്സ് നമുക്കറിയാം, സെഞ്ചുറി കിട്ടാക്കനിയായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇത്ര
ഇത്രയധികം സെഞ്ചുറികൾ അടിക്കുന്നതിനൊപ്പമല്ല, അവരൊരു 60-70 പന്തിൽ സെഞ്ചുറി അടിക്കുന്നതല്ല, 30 പന്തിൻ്റെയും 40 പന്തിൻ്റെയും ഇടക്ക് പിന്നെ ബോളേഴ്സിന് പിന്നെ ഒരു എന്താ പറയുക, ഒരു കണിക പോലും പിന്നെ സ്വാധീനം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ബോളേഴ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് മാറുന്നു എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ്. പക്ഷേ പിന്നെ ബാറ്റ്സ്മാൻമാർ അവരുടെ പെർഫോമൻസ്, വൈഭവ് സൂര്യവംശി ആണെങ്കിലും ഇഷാൻ കിഷൻ ആണെങ്കിലും രോഹിത്തും പിന്നെ വിരാട് കോഹ്ലിയുടെയും കാര്യം നമ്മൾ പറയേണ്ട, അവരൊക്കെ കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവർ നേരിട്ട പന്തുകളും അവരടിച്ചു കൂട്ടുന്ന സിക്സറുകളും മറ്റുമൊക്കെ നോക്കുമ്പം ബോളേഴ്സിനെ കുറിച്ച് ആലോചിക്കുമ്പം വലിയൊരു സങ്കടം തോന്നുന്നുണ്ട്, ആശങ്കാജനകമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് ക്രിക്കറ്റ് എന്ന ഗെയിം ആനന്ദിച്ചാൽ മാത്രം മതിയോ, അത് നിലനിൽക്കേണ്ടത് കൂടിയല്ലേ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അതിന് ഉത്തരമാണ് ഷഫീഖ് ഇപ്പോൾ പറഞ്ഞ് വെച്ചത്. മറ്റൊന്നുമല്ല, സെഞ്ചുറികൾ പിറക്കട്ടെ, പക്ഷേ അതോടൊപ്പം മറുഭാഗത്തെ ബൗളർമാർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഗെയിമിൽ ഇനിയുള്ള കാലത്തും അനിവാര്യമാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.